സജി കൃഷ്ണ നല്ല സ്റ്റെപ്പായിരുന്നു. താങ്ക് യു. അവിടെ നിന്ന് വന്നപ്പോ തൊട്ടേ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് വരുന്നത്. അത് വരവിൽ തന്നെ സ്റ്റെപ്പ് ഉണ്ട്, ശ്രദ്ധിച്ചറിയാൻ പറ്റും. Entry ആ സ്റ്റെപ്പ് അർജന്റീനയിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. മരഡോണ എന്ന് പറഞ്ഞൊരു നർത്തകനാണ് ആ ഡാൻസ് സ്റ്റെപ്പ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ കാലയില് നിന്നിട്ട് ഫുട്ബോൾ ഉണ്ടായിരുന്നോ? കാലയില് ഫുട്ബോൾ ഉണ്ടായിരുന്നു. കാലയില് ഫുട്ബോളുമായിട്ട്. ഒരു സെക്കൻഡ്, സജിയുടെ മെസ്സേജ് ആണല്ലോ, വണ്ടിക്കൂലി വേണ്ട, ഇതൊക്കെ തന്നെ സന്തോഷമായിന്ന്. സജി, ഇനി വന്ന സാധനങ്ങൾ ഇത്തരം വർത്താനങ്ങൾ മറന്നു പോകുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും മറക്കണ്ട, ഗംഭീരമായിട്ട് പിടിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജി കൃഷ്ണൻ എന്നാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേര് ശംഭു. ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാർ കാണും അല്ലേ? പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായ, വിഭിന്നനായ, വിചിമ്പ്രനായ ഒരു കൂട്ടുകാരനാണ് ശരിക്കും ശംഭു. ശംഭു സാധാരണ ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 9:30 പതിവ് പോലെ പെങ്ങടെ വീട്ടിലെത്തി. അപ്പോൾ പെങ്ങടെ മോൻ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ മെനുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാമനെ കണ്ടപ്പോൾ ഈ മരുമോൻ ചോദിച്ചു, ശംഭു മാമ, എൻ്റെ താടി രോമമൊന്നും അങ്ങോട്ട് വളരുന്നില്ലല്ലോ, ഇതിവിടെയൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ട് ഒരുപാട്. എടാ, അതിന് കരടി നെയ്യ് തേച്ചാൽ പോരെ? കരടി നെയ്യ് തേച്ചാൽ വളരുമോ? പിന്നെ ശറ വറാന്ന് രോമം ഇങ്ങ് വളർന്നു വരത്തില്ലേ, ആണോ? അപ്പോൾ നീ കരടി നെയ്ക്ക് എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, കരടിയെ പിടിച്ചോണ്ട് തന്നാ നെയ്യ് ഞാൻ എടുത്തു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശംഭു ഒരു ദിവസം വീടിൻ്റെ ഫ്രണ്ടിൽ വീട്ടിലെന്തോ പണി നടക്കുക. അപ്പോൾ മെറ്റിലെന്തോ എടുത്തുകൊണ്ടിരിക്കുക. കൊട്ടയിൽ മെറ്റിലൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാജിക്കുകാരൻ അതിലേ വരിക. മാജിക്കുകാരൻ ശംഭു നോക്കുമ്പോൾ മാജിക്കുകാരൻ ഒരു കല്ലെടുത്ത് മേളോട്ടെറിയുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു 500 നോട്ടാവുന്നു. വീണ്ടും ഒരു കല്ലെടുത്ത് മേളോട്ടെറിയുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു 500 നോട്ടാവുന്നു. അപ്പോൾ മാജിക്കുകാരൻ ശംഭുവിനെ കണ്ടു. എന്നിട്ട് ശംഭുവിനോട് ചോദിക്കുക, ചേട്ടാ കുറച്ച് ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് വിശന്നിട്ട് പോയി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ശംഭു ഒരു കൊട്ടം മെറ്റിലെടുത്തെടുത്ത് പറയാ, നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് 1 വർഷത്തേക്ക് അടിച്ചു പൊളിച്ച് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചോളാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ജംഗ്ഷനിൽ, ഒരു വൈകിട്ടായപ്പോൾ ജംഗ്ഷനിലെത്തിയപ്പോൾ ശംഭു 3-4 കൂട്ടുകാരുമായിട്ട് നിൽക്കുക. അപ്പോൾ ശംഭു എന്നോട് പറയാം, എടാ സജി നിന്നെ കാത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ആണോ? എന്താ സംഭവം? എന്താ? ഇന്ന് എൻ്റെ ഒരു ചിലവാ, വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം, ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? നിൻ്റെ ചിലവാണോ? ആഹാ, സന്തോഷമായല്ലോ. അങ്ങനെ ഹോട്ടലിലോട്ട് ഇങ്ങനെ ശംഭുവും കൂട്ടരും അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഒരു പയ്യൻ ഇരുന്ന് അവിടുന്ന് പെറോട്ട കഴിക്കുന്നു. പെറോട്ടയും ഒപ്പം ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ട് പയ്യൻ ഇങ്ങനെ ഓർഡർ ചെയ്ത് പകുതി ഇങ്ങനെ കഴിച്ചിരിക്കുക. അപ്പോൾ ഈ പയ്യനെ നോക്കിയിട്ട് ശംഭു, ഡേയ് നിന്നോട് ആര് പറഞ്ഞു ഈ പെറോട്ടയൊക്കെ കഴിക്കാൻ? പെറോട്ടയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ദഹന പ്രക്രിയക്കൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, നിൻ്റെ കുടലിന് പ്രശ്നം ഉണ്ടാവും, അതിൽ പുണ്ണ് വരും, നിൻ്റെ ആമാശയത്തിൽ പുണ്ണ് വരും, നിനക്ക് ക്യാൻസർ വന്ന് നീ നരകിച്ച് ചത്തുപോകും. ഈ പയ്യൻ കാശൊക്കെ കൊടുത്ത് ഈ പെറോട്ടയൊക്കെ ബുക്ക് ചെയ്ത് ബീഫ് ഫ്രൈ ഒക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക, കണ്ടും പിടിച്ച്. അതിലൊന്നും പോയി കൈവയ്ക്കാതെ ഈ പയ്യൻ അവിടുന്ന് പേടിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. ക്യാൻസർ വന്ന് എത്താലോ എന്ന് വിചാരിച്ച് പയ്യനങ്ങ് അത് കഴിക്കാതെ പോയി. ഉടനെ ശംഭു കടക്കാരനോട്, ചേട്ടാ കഴിക്കാനൊന്നുണ്ട്? അത് പെറോട്ടയും മട്ടേ. അപ്പം പുട്ടും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു? ആ എല്ലാം കഴിഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യ്, ചാവുന്നേ അങ്ങ് ചാവട്ട്, 4 പെറോട്ട ഒരു മുട്ടക്കറിയും എടുക്കാൻ. എന്നിട്ട് പുള്ളി വെളിയിൽ വന്ന് പൈസയൊക്കെ കൊടുത്ത് 250 രൂപ ബില്ലായി. അപ്പോൾ ഒരു 25 രൂപ വളരെ സ്നേഹത്തോടെ ശംഭു എൻ്റെ പോക്കറ്റ് വെച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ചിലവൊക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു 25 രൂപ എൻ്റെ പോക്കറ്റ് വെച്ച് തരുന്നത്? അതേ, നീ പെയിൻ്റ് അടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു 275 രൂപ തരാനില്ലേ ആ വീട്ടിൽ നിന്ന്? നീ പറഞ്ഞെന്നും പറഞ്ഞ് ആ പൈസ ഞാനിങ്ങ് വാങ്ങിച്ച് നിൻ്റെ പൈസയ്ക്കാണ് ഞാൻ ചിലവ് നടത്തിയത്. അങ്ങനെ ശംഭു വിയർപ്പൻ്റെ അസുഖം മാറ്റാമെന്ന് തീരുമാനിച്ചു. നാട്ടുകാരെയൊക്കെ അനൗൺസ് ചെയ്ത് ഞാൻ ജോലിക്ക് പോകാൻ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മേശിരിയുടെ കയ്യാളായിട്ടാണ് ഇയാൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ പണിക്ക് പോകാൻ മേശിരി സൈറ്റിൽ നിന്ന് വിളിക്കുക, എടാ ശംഭുവേ, നീ വരുമ്പോഴേ എൻ്റെ മുഴക്കോലും കൂടെ എടുത്തുകൊണ്ടോ, ഞാനത് എടുക്കാൻ മറന്നുപോയി കേട്ടോ. പണി സൈറ്റ് നിനക്ക് അറിയാമല്ലോ, കരുനാപ്പള്ളിയിലാണ്. അപ്പോൾ ശംഭു ചവറയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ പൊതുവെ രാവിലെ ആയതുകൊണ്ട് വണ്ടിയിൽ തിരക്ക് കുറവാണ്. അപ്പോൾ ശംഭുവിൻ്റെ കയ്യിൽ ഈ മുഴക്കോല് എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. ശംഭുവിൻ്റെ കയ്യിൽ മുഴക്കോൽ ഇങ്ങനെ മുഴച്ച് നിൽക്കുക. അവർ ചോദിച്ചിട്ടും എവിടെ വെക്കണമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ശംഭു ഒരു വഴി കണ്ടെത്തി. മുകളിൽ കമ്പിയില്ലേ, നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പിയിൽ മുഴക്കോൽ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്ന് വരുമ്പോൾ അടുത്തടുത്ത സ്റ്റോപ്പുകളായപ്പോൾ ജംഗ്ഷനിലായപ്പോഴത്തേക്ക് ഓരോരുത്തർ കയറാൻ തുടങ്ങി. അങ്ങനെ നല്ല തിരക്കായി. തിരക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ശംഭുവിനെ പോലെ തന്നെ ഈ മുഴക്കോൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. നിന്ന് ശംഭുവിന് കരുനാപ്പള്ളി ആയപ്പോൾ പണി സൈറ്റ് അവിടെയാണല്ലോ, അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ എടുക്കും? എല്ലാവരും പിടിച്ചിങ്ങനെ നിൽക്കുകയല്ലേ. അങ്ങനെ ശംഭു അടുത്ത ജംഗ്ഷനിലായി, അടുത്ത വവ്വാക്കാവായി, ഓച്ചറ കഴിഞ്ഞു, അങ്ങനെ കായംകുളം എത്തി. കായംകുളം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ശംഭു എങ്ങനെയൊക്കെയോ ഇത് പിടിച്ച ആളുകളൊക്കെ കുറഞ്ഞപ്പോൾ ഇതുമെടുത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ 500 രൂപയും കൊടുത്തിട്ടാണ് കരുനാപ്പള്ളി ഓട്ടോ പിടിച്ച് ശംഭു ഇറങ്ങിയത്. ശരിക്കും ആദ്യം ശംഭു അവിടുന്ന് ചവറയിൽ നിന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഓട്ടോ കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ അവിടെ അമ്പലത്തിൽ ഇങ്ങനെ കൊടിയേറി കിടക്കുക, അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ശംഭു ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ശംഭു നല്ല ഫിറ്റാണ്. അപ്പോൾ ശംഭുവിൻ്റെ അടുത്ത് പറയാം, എടാ സജി
ഞാനൊരു പെണ്ണ് കാണാമെന്ന് വിചാരിച്ചാ നല്ല കാര്യമാണല്ലോ. പക്ഷേ പെണ്ണ് കാണാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ആരോട് ചോദിച്ചു പറയാ എടാ ആ പെണ്ണ് സജീവമായിട്ട് ലൈനുള്ള പെണ്ണാണ്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞു പിന്നെ ശരിയാണ്. അളി ആ കഥയെന്ന് പറയലേ. ഞാൻ കഥയൊക്കെ പറയാം, പക്ഷെ കേൾക്കാൻ നിനക്ക് നല്ല മൂടുണ്ട്, നീ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയല്ലേ. പക്ഷെ പറയാൻ എനിക്കൊരു മൂഡ് വേണ്ടേ? അതുകൊണ്ട് എനിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചിലവ് നടത്താമെങ്കിൽ ഞാൻ കഥ പറയാം. ആ ശരി എന്നാ വാ. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു വൈൻ ഷോപ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു സാധനമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നു. പോലീസ് പിടിച്ചു. അപ്പോൾ ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതാണ് ഞങ്ങൾ. ഇത് കാവനാട് പോലീസ് സ്റ്റേഷനാണ്, പരിധിയാണ്. അങ്ങനെ ഞങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ശംഭു പോലീസ് ജീപ്പിലിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു ഐഡിയ എന്നുള്ളത്. അപ്പോൾ ഒരു സമാധാനമായി. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി വരാമല്ലോ, ഊരി വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ശംഭു വെള്ളമടിച്ച് ഫിറ്റല്ല ഇന്ന്. അയ്യോ പോലീസ് സ്റ്റേഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ ചത്താ മതി സാറേ. പോലീസ് സ്റ്റേഷൻ എന്താ അത്ര വൃത്തികെട്ട സ്ഥലമാണെന്നുള്ള കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എസ് ഐയോട് പറഞ്ഞു, സാറേ ആദ്യമായിട്ട് എങ്ങനെ സംഭവിക്കുന്നത്, ഞങ്ങൾ ചെറുപ്പക്കാരെ ഒരു എക്സ്ക്യൂസ് തരണം, ഞങ്ങൾ മേലെ ഇനി ആവർത്തിക്കത്തില്ല, കേസാക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ഒരു ഇതൊക്കെ ഓക്കെ ആയി. ഇങ്ങനെ ശംഭു പറയാം, സാറിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് ചെയ്യൂ, ഇതേ സാറിന് ഒരു ചുക്കും ഞങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല, ഇതെന്താ വെള്ളരിക്കപ്പെടണോ, ഞങ്ങൾ ഈ ചവറ സ്റ്റേഷൻ പരിധിയുള്ള ഇത് കാവനാട് സ്റ്റേഷൻ പരിധിയാണ്, സാറിന് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആലോചിച്ച് ഈ പൊട്ടത്തരം മനസ്സിൽ വെച്ചിട്ടാണോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചത്. അങ്ങനെ എസ് ഐ വന്നിട്ട് എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ കേസാകരുത്, പോലീസുകാർ വീട്ടിൽ തിരക്കരുതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അഡ്രസ്സ് മാറ്റി പറഞ്ഞു. ഇത് കേട്ട മാത്രമേ ശംഭുവിൻ്റെ അഡ്രസ്സും മാറ്റി പറഞ്ഞപ്പോൾ എസ് ഐക്ക് ഒരു ഡൗട്ട്. എൻ്റെ പേരെന്തോ ശംഭു. നീ അഡ്രസ്സ് മാറ്റിയല്ലേടാ പറഞ്ഞേ, നിന്റെ അച്ഛൻ്റെ പേരെന്തോടാ? പത്രോസ്. നീ ആദ്യം പറഞ്ഞ രാമകൃഷ്ണൻ എന്നല്ലേ, ഇതെന്തോ ഈ പത്രോസ്? അത് അച്ഛനെ വീട്ടിൽ വിളിക്കുന്ന പേരാ പത്രോസ്. ശരിക്കും പറയടാ, നിന്റെ അച്ഛൻ്റെ പേരെന്തുവാ? അത് മുഹമ്മദ്. കൊള്ളാം, രാമകൃഷ്ണൻ പത്രോസ് മുഹമ്മദ്, മതമൈത്രിയാണല്ലോടാ. നല്ല കാര്യം. അങ്ങനെ ശംഭു അവിടുന്ന് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ശംഭുവിനെ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. 2-3 മാസമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ 2 പോലീസുകാർ സമൻസുമായിട്ട് വന്ന് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ സാറേ ഇത്? അത് കാവനാട് വെള്ളമടിച്ചില്ലേ, അതിൻ്റെ കേസാ. അപ്പോൾ ഈ അഡ്രസ്സ് ആര് പറഞ്ഞു തന്നു? അത് തൻ്റെ ഒരു കൂട്ടുകാരനില്ലേ ശംഭു പറഞ്ഞു തന്നെ ഈ അഡ്രസ്സ് എന്ന്. അമ്പടാ ശംഭു. അപ്പോഴും ശംഭു എന്നെ വെറുതെ വിട്ടില്ല. അപ്പോൾ ശംഭുവിൻ്റെ ഇതുപോലുള്ള ജൈത്രയാത്ര തുടരുന്നു. തൽക്കാലം എൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ശംഭുവിൻ്റെ കഥ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇനിയും തുടരും. താങ്ക് യു വെരി മച്ച്. സൈചേട്ടാ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു പക്രു ചേട്ടാ? ഗംഭീരായിരുന്നു സജി, അടിപൊളിയായിരുന്നു. ഞാൻ സജി മമ്മൂക്കയുടെ ഡ്യൂപ്പ് വേഷങ്ങളൊക്കെ ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മിടുക്കനായി നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ സജിയിൽ ഇതുപോലെ കഥയൊക്കെ പറഞ്ഞ് ശംഭുവിനെയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളൊരു ടാലൻ്റ് ഉള്ള ഒരാളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പം പിഷു പറഞ്ഞ പോലെ തന്നെ സുഭാഷ് എന്ന് പറഞ്ഞ് വിട്ടില്ലേ, പിഷു തന്നെ പോയല്ലോ എന്ന് പറഞ്ഞ പോലെ ശംഭു സജി തന്നെയാണോ? അതെ, നോട്ട് ദ പോയിന്റ്. ഏറെക്കുറെയൊക്കെ സത്യമുണ്ട്. വന്നു പോരട്ടെ, സത്യങ്ങൾ പോരട്ടെ. ഈ ശംഭു മഹാദേവ എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇവരുടെ പരിപാടി. അതുപോലെ ഇപ്പൊ ഈ സ്റ്റേഷൻ അതിർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ ചില ആൾക്കാരുണ്ട് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങള് ദുബായിൽ എവിടെയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ റോഡ് സൈഡിൽ നിന്നിട്ട് വർത്താനം പറയുന്നതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി വട്ടം കൂടി 6-7 പേര് ഭയങ്കര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റേ ദുബായ് പോലീസ് വന്ന് നിർത്തി. വണ്ടി വന്ന് നിർത്തിയിട്ട് അപ്പോൾ ഓട്ടുമല്ലോ നമ്മൾ. പിന്നെ ഓടി ഭക്ഷണം കഴിച്ച ഹോട്ടലിനകത്തോട്ട് തന്നെ കയറി അകത്തേക്ക് വന്നിട്ട് എടുത്താൽ പറയണേ, എനിക്കത്ര വിഷയമൊന്നുമില്ല, കടുത്തിരുത്തി എസ് ഐ എൻ്റെ കൂട്ടുകാരനാണ്. അയ്യോ, സജിയുടെ പരിപാടികൾ ശംഭു ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. ശംഭുവിന്റെ കഥകളും കാര്യങ്ങളും അല്ലേ. ഓക്കെ സജി, താങ്ക് യു വെരി മച്ച്. സൈചേട്ടാ അപ്പൊ ഇനിയും വരണം. പിന്നെ തീർച്ചയായിട്ടും.